ഓപ്പറേറ്റർ പ്രിസിഡൻസ് പാഴ്സിംഗ് ആണ് പറയുന്നത്. ഓപ്പറേറ്റർ പ്രിസിഡൻസ് പാഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേറ്റർ ഗ്രാമറിനെ പാഴ്സ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഓപ്പറേറ്റർ ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഒരു ഗ്രാമർ നമ്മൾ പാഴ്സ് ചെയ്യുമ്പോൾ ബോട്ട്മാസ് റൂൾ നോക്കാറുണ്ട്. അപ്പോൾ അതായത് ഓപ്പറേറ്ററിൻ്റെ പ്രിസിഡൻസ് അനുസരിച്ച്, അതായത് പ്ലസ്സും സ്റ്റാറും കൂടെ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, അഡീഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, പ്ലസ് ചെയ്യത്തുള്ളൂ. ഇതാണ് ബോട്ട്മാസ് റൂൾ. അപ്പം ഈ ഒരു പ്രിസിഡൻസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ അത് ഫോളോ ചെയ്യുന്ന ഗ്രാമറാണ് എന്തെന്ന് പറയുന്നത് ഓപ്പറേറ്റഡ് ഗ്രാമർ. ഇനി അതിനെ പാഴ്സ് ചെയ്യുന്ന മെത്തേഡാണ് ഓപ്പറേറ്റഡ് പ്രിസിഡൻസ് പാഴ്സിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതാണ് എക്സാമ്പിൾ. ഇവിടെ നോക്കി 2 റൂൾസാണ് ഒരു ഗ്രാമർ ഓപ്പറേറ്റർ ഗ്രാമർ ആണോ എന്നുള്ളതിന് പറയാൻ വേണ്ടി. ഒന്നെന്ന് പറയുന്നത് എപ്സിലോൺ പ്രൊഡക്ഷൻ വരാൻ പാടില്ല. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വേരിയബിൾസ് അഡ്ജസൻ്റ് ആയിട്ട്, അതായത് 2 വേരിയബിൾസ് ഒരുമിച്ച് വന്നിരിക്കാൻ പാടില്ല. അതാണ് രണ്ടാമത്തെ റൂൾ. ഇപ്പോൾ 2 റൂൾസാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഗ്രാമറിൽ എന്ത് പാടില്ല, എപ്സിലോൺ പ്രൊഡക്ഷൻ പാടില്ല. രണ്ടാമത്തെന്ന് പറയുന്നത് 2 വേരിയബിൾസ് അഡ്ജസൻ്റ് ആയിട്ടിരിക്കാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ഗ്രാമറിൽ നോക്കി EPE, ഈ ഗീസ് EPE, ഇവിടെ വേരിയബിൾസ് അടുത്തടുത്തല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇതെന്തല്ല, ഓപ്പറേറ്റർ ഗ്രാമർ അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഓപ്പറേറ്റർ ഗ്രാമർ അല്ലാത്തതിനെ, നോൺ ഓപ്പറേറ്റർ ഗ്രാമറിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം, ഓപ്പറേറ്റർ ഗ്രാമറിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ പിക്ക് 2 വാല്യൂ ഉണ്ട്, സ്റ്റാറും പ്ലസ്സും. അപ്പം ഈ ഗീവ്സ് പിക്ക് ഞാൻ ആദ്യം സ്റ്റാർ കൊടുത്തു, ഈ സ്റ്റാർ ഇ. ഇനി അടുത്തത് പിക്ക് ഞാൻ വീണ്ടും പ്ലസ് കൊടുത്തു, ഈ ഗീസ് ഇ പ്ലസ് ഇ. ഇനി ബാക്കി എന്തുകൊണ്ട്, ഈ ഗീസ് ID. ഇനി നോക്കി, ഇവിടെ ഏതെങ്കിലും എപ്സിലോൺ ഉണ്ടോ, ഇല്ല. ഇവിടെ ഏതെങ്കിലും വേരിയബിൾസ്, അതായത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് അടുത്തടുത്തിരിപ്പുണ്ടോ, ഇല്ല. അപ്പം ഇതാണ് ആ ഗ്രാമർ. ഈ ഒരു പെർട്ടിക്കുലർ ഗ്രാമർ എന്ത് തന്നെയാണ്, ഓപ്പറേറ്റർ ഗ്രാമറാണ്. സോ ഇങ്ങനെയാണ് ഓപ്പറേറ്റർ ഗ്രാമർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. എപ്സിലോൺ പ്രൊഡക്ഷനും വരാൻ പാടില്ല, 2 വേരിയബിൾസ് അഡ്ജസൻ്റ് ആയിട്ട് ഇരിക്കാനും പാടില്ല. ഇനിയിപ്പം നമുക്ക് ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്, ഇപ്പം ഈ സിമ്പിളാണ് കൊടുക്കുന്നതെങ്കിൽ എക്ക് ബിയേക്കാളും പ്രസിഡൻസ് കൂടുതലാണെന്നാണ് അർത്ഥം. എ ഗ്രേറ്റർ ദാൻ ബി, എ ഹാസ് ഹയർ പ്രസിഡൻസ് ദാൻ ബി. ഇനി ബി ഗ്രേറ്റർ ദാൻ എ, ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ്, എ ലെസ് ദാൻ ബി. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്, എ ഹാസ് ലോവർ പ്രസിഡൻസ് ദാൻ ബി, അതാണ് അർത്ഥം. ഇനി ഒന്നുകൂടെ ഉണ്ട്, ഈക്വൽ ടു. സോ ഇത്രയും സിമ്പിൾസാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പം നമുക്ക് പ്രോബ്ലം നോക്കാം. ഇതാണ് പ്രോബ്ലം എന്ന് പറയുന്നത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിനകത്തുള്ള ടെർമിനൽസ് 2 സൈഡിൽ നമ്മൾ എഴുതുക. ഇനിയിപ്പം നിങ്ങളുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് തിയറി മാത്രം പഠിച്ചാൽ മതിയെന്ന്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു ജസ്റ്റ് ജനറിക്കായിട്ടുള്ള രീതി എങ്ങനെ എഴുതുന്നതെന്ന് പറഞ്ഞുതരാം. അല്ലെങ്കിൽ പ്രോബ്ലം ഉണ്ടായിരുന്നത് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വന്നതിന് ട്രെയിലിങ്ങും ലീഡിങ്ങും. ഈ 2, അതായത് ഫസ്റ്റും ഫോളോയും കണ്ടുപിടിച്ച പോലെ തന്നെ ട്രെയിലിങ്ങും ലീഡിങ്ങും കണ്ടുപിടിച്ച് അതനുസരിച്ച് നമ്മൾ ഇതിനെ ഫില്ല് ചെയ്യേണ്ടി വന്നേനെ. ഫസ്റ്റും ഫോളോയും പോലെ തന്നെ ഒരു കാര്യമാണ് ട്രെയിലിങ്ങും ലീഡിങ്ങും. ഇതിപ്പോൾ അത് പറയാതെ തന്നെ നിങ്ങൾക്ക് തിയറി മാത്രം മതിയല്ലോ, ഒരു എക്സാമ്പിൾ ഇട്ട് പഠിച്ചാൽ മതി. സോ ഇത് വെച്ചിട്ട് ഞാൻ പറയാം. ഇനി ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രസിഡൻസ് ഏറ്റവും കൂടുതലുള്ള ആൾ ID ആണ്. ഏറ്റവും കുറവുള്ള ആൾ ആരാണ്, ഡോളറാണ്. ഓക്കെ, ഏറ്റവും കുറവുള്ളത് IDയും ഏറ്റവും കൂടുതലുള്ളത് ഏറ്റവും കൂടുതലുള്ളത് ID-യും ഏറ്റവും കുറവുള്ളത് എന്തുമാണ്, ഡോളറുമാണ്. ഇനിയിപ്പം അതായിരിക്കും സ്റ്റാർ ഉണ്ടെങ്കിൽ സ്റ്റാർ, അത് കഴിഞ്ഞാൽ പ്ലസ്, പിന്നെ ID. ഇതാണ് ഓർഡർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. ഇവിടെ ഐഡിയും കൂടെ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ ഒക്കത്തില്ല. ഡോളറും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ പ്രസിഡൻസ് ഉള്ളത് ആർക്കാണ്, IDക്ക്. സോ IDയും പ്ലസോട് കമ്പയർ ചെയ്യുമ്പോൾ ആർക്കാണ് പ്രസിഡൻസ് ഉള്ളത്, IDക്ക്. ഇനി ID സ്റ്റാറോട് കമ്പയർ ചെയ്യുമ്പോൾ ആർക്കാണ് പ്രസിഡൻസ്, IDക്ക്. IDയും ഡോളറോട് കമ്പയർ ചെയ്യുമ്പോൾ ആർക്കാണ് പ്രസിഡൻസ്, IDക്ക്. ഇനി പ്ലസും IDയും കൂടെ ചെയ്യുമ്പം പ്ലസും IDയും കൂടെ ചെയ്യുമ്പോൾ ആർക്കാണ് പ്രസിഡൻസ് കൂടുതൽ, IDക്ക്. സോ ഇനി പ്ലസും ഇനി എപ്പോഴും 2 സിമിലർ ആയിട്ടുള്ള ഇങ്ങനെയുള്ള 2 ഓപ്പറേറ്റേഴ്സ് വരുമ്പോൾ ഇതിന് പ്രസിഡൻസ് ഏറ്റവും കൂടുതൽ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളതിനായിരിക്കും. ഓക്കെ, അതാണ് അവിടെ കൊടുത്തേക്കുന്നത്. പ്ലസും സ്റ്റാർ വന്നു കഴിഞ്ഞാൽ പ്ലസും സ്റ്റാറും ആർക്കാണ് കൂടുതൽ, സ്റ്റാറിന്. സോ അതാണ് ഇവിടെ കൊടുത്തത്. പ്ലസും ഡോളറാണ് ഏറ്റവും ലീസ്റ്റ് പ്രസിഡൻസ് ഉള്ളത്. അപ്പോൾ ആർക്കാണ്, പ്ലസിന്. ഓക്കെ, ഇനി അടുത്തത് സ്റ്റാറും ID. ഏറ്റവും കൂടുതൽ ആർക്കാണ്, സ്റ്റാറും ID. ഏറ്റവും കൂടുതൽ ആർക്കാണ്, IDക്ക്. സോ അത് കൊടുത്തു. ഇനി സ്റ്റാറും പ്ലസ്സൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആർക്കാണ്, സ്റ്റാറിനാണ്. സോ അത് കൊടുത്തു. സ്റ്റാറൂടെ വന്നാൽ നേരത്തെ പറഞ്ഞ സിമിലറായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് വേണം കൊടുക്കാൻ. സ്റ്റാറും ഡോളർ ഏറ്റവും കുറവാണ്. സോ സ്റ്റാറാണ് ഗ്രേറ്റർ എന്ന് പറയുന്നത്. ഇനി ഡോളറും ID ഏറ്റവും ഗ്രേറ്റർ ID ആണ്. സോ അതിന് കൊടുത്തു. ഇനി ഡോളറും ഗ്രേറ്റർ പ്ലസ് ആണ്, അതും കൊടുത്തു. ഇത് തെറ്റിയാണ് ഇട്ടേക്കുന്നത്, ഇത് ഇങ്ങോട്ട് തന്നെയാണ്. ഡോളറും സ്റ്റാറും അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഗ്രേറ്റർ ആരാണ്, സ്റ്റാറാണ്. ഇനി
ഡോളറും ഡോളറോട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. സോ ഇങ്ങനെയാണ് എന്ത് ചെയ്തേക്കുന്നത്, ഓരോന്നിൻ്റെയും പ്രിസിഡൻസ് അനുസരിച്ച് ഈ ടേബിൾ നമ്മൾ ഫില്ല് ചെയ്തു. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ ഒരു ഇൻപുട്ട് ഇട്ട് നിങ്ങൾക്ക് പാഴ്സ് ചെയ്യാൻ പറ്റും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം, അതനുസരിച്ച് മുന്നോട്ട് പഠിച്ചാൽ മതി. ഇനി ഇത് നോക്കാം, മീൻസ് എക്സാമ്പിൾ നോക്കാം. നിങ്ങളുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് ID പ്ലസ് ID ആണ്. ഓക്കെ, അപ്പം ഒന്നുകൂടി സൂം ചെയ്ത് കാണിക്കാം. ഇതാണ് നിങ്ങളുടെ ഇൻപുട്ട് ID പ്ലസ് ID. അപ്പം ഇതിൽ നിങ്ങൾ എപ്പോഴും നേരത്തെ പഠിച്ചായിരുന്നു എങ്ങനെയാണ് ഒരു ഇൻപുട്ടിനെ പാഴ്സ് ചെയ്ത് ലാസ്റ്റിൽ അക്സെപ്റ്റിലെത്തണം. ഓപ്പറേറ്റർ പ്രിസിഡൻസിൽ അക്സെപ്റ്റിലെത്തേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ഡോളർ വേണം, കൂട്ടത്തിൽ ആരുടെ വേണം, ഡോളറിൻ്റെ കൂടെ സ്റ്റാർട്ട് സിമ്പിളോടെ എത്തണം. ഇങ്ങനെയാണ് നമ്മൾ അക്സെപ്റ്റിലോട്ട് എത്തേണ്ടത്. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാക്കിൽ നമ്മൾ എന്ത് കൊടുത്തു, ഡോളർ കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഇൻപുട്ട് ഇതാണ്. ഇനി ഇപ്പം നമ്മളിവിടെ മെയിനായിട്ട് രണ്ട് ഓപ്പറേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു 4 ഓപ്പറേഷനുണ്ട്: ഷിഫ്റ്റ്, റെഡ്യൂസ്, അക്സെപ്റ്റ്, എറർ. അപ്പം ഇവിടുത്തെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടുത്തെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു, ഇപ്പം നമ്മൾ രണ്ട് ഇൻപുട്ടിൽ ഈ ഡോളറും അതേപോലെ നമ്മളുടെ ഇവിടെ സ്റ്റാക്കിൽ എന്ത് കൊടുക്കണം, ഡോളർ ഇയും കൊടുക്കണം. അങ്ങനാണെങ്കിൽ സ്റ്റാക്കിൽ നമ്മുടെ എന്താണ് ടേബിളിലുള്ള സ്റ്റാക്കിൽ എന്ത് ഉണ്ടാവണം, ഡോളർ എസ് സ്റ്റാർട്ട് സിമ്പിൾ, അതേപോലെ ഇൻപുട്ടിൽ ഡോളർ ഉണ്ടെങ്കിൽ അക്സെപ്റ്റ് ആണ്. ഇനി അടുത്ത കണ്ടീഷൻ, സ്റ്റാക്കിൽ ഒരു വാല്യൂ ആണ് A എന്ന് പറയുന്നത്, ഇൻപുട്ടിലുള്ള വാല്യൂ ആണ് B എന്ന് പറയുന്നത്. ഇനി ഇൻപുട്ടിലുള്ള വാല്യൂ ആണ് ഗ്രേറ്റർ, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഈക്വൽ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഷിഫ്റ്റ് ആണ്. ഇനി അതല്ല, നമ്മൾ സ്റ്റാക്കിലുള്ള വാല്യൂ ആണ് ഗ്രേറ്റർ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. 2 കാര്യമാണ് പറഞ്ഞത്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റാക്കിലെ വാല്യൂ ആണ് ഗ്രേറ്റർ എങ്കിൽ റെഡ്യൂസ് ചെയ്യുക, അല്ല ഇൻപുട്ടിലെ വാല്യൂ ആണ് ഗ്രേറ്റർ എങ്കിൽ എന്ത് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്യുക. സോ ഇത്രയാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് ഡോളറും ID-യും കൂടെയാണ് കമ്പയർ ചെയ്യുന്നത്. അതവിടെ എഴുതിയിരിക്കുന്നത് ഡോളറും ID-യും കൂടെ കമ്പയർ ചെയ്തു. ഡോളറിലും ID-യിൽ ആരാണ് ഗ്രേറ്റർ, ID ആണ് ഗ്രേറ്റർ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാൻ പറഞ്ഞായിരുന്നു, ഈ ഇൻപുട്ടിലുള്ള വാല്യൂ ആണ് ഗ്രേറ്റർ എങ്കിൽ എന്ത് ചെയ്യണം, ഷിഫ്റ്റ് ചെയ്യണം നമ്മൾ. സോ എന്തിനെ ഷിഫ്റ്റ് ചെയ്തു, ID-നെ ഷിഫ്റ്റ് ചെയ്തു. നെക്സ്റ്റ് ID-യും പ്ലസ്സും വരുമ്പോൾ ആരാണ് ഗ്രേറ്റർ, ID ആണ് ഗ്രേറ്റർ. ഞാൻ പറഞ്ഞായിരുന്നു സ്റ്റാക്കിലെ ഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം. ഇൻപുട്ടിലാണ് ഗ്രേറ്റർ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഷിഫ്റ്റ് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, റെഡ്യൂസ് ചെയ്യാൻ പോകുന്നു. ID-നെ എന്തായിട്ട് റെഡ്യൂസ് ചെയ്യുന്നു, ഇതല്ലായിരുന്നു ക്വസ്റ്റ്യൻ, ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. ഇനി ഇയും പ്ലസ്സും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുമോ, നമുക്ക് ബോക്സ് നോക്കി അറിയാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മളുടെ ഈ ടെർമിനൽസ് തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഇയും പ്ലസ്സൂടെ പറ്റുമോ, ഈ ഒരു നോൺ ടെർമിനലും പ്ലസ് ഒരു ടെർമിനലുമാണ്, അത് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ തൊട്ട് പുറകിലുള്ളത് എടുത്തു, ഡോളറും പ്ലസ്സൂടെ നോക്കി. ഡോളറും പ്ലസ്സൂടെ നോക്കുമ്പോൾ ആരാണ് ഗ്രേറ്റർ, പ്ലസ് ആണ് ഗ്രേറ്റർ. അപ്പം ഈ ഇൻപുട്ടാണ് ഗ്രേറ്റർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഷിഫ്റ്റ് ചെയ്തു. ഇനി പ്ലസ്സും ID-യും കൂടെ നോക്കി, ആരാണ് ഗ്രേറ്റർ, ID ആണ് ഗ്രേറ്റർ. വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, ഷിഫ്റ്റ് ചെയ്തു. ഇനി ID-യും ഡോളറോട് നോക്കി, ആരാണ് ഗ്രേറ്റർ, ID ആണ് ഗ്രേറ്റർ. അപ്പം നമ്മൾ സ്റ്റാക്കിലെയാണ് ഗ്രേറ്റർ ആയത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്തു. ID-ക്ക് പകരം എന്ത് കൊടുത്തു, കൊടുത്തു. പ്ലസ് ആണ് ഇപ്പം കിട്ടിയത്. ഇനി ഡോളറോട് പറ്റുമോ, പറ്റത്തില്ല. നെക്സ്റ്റ് എന്തെടുക്കണം, പ്ലസ്സും ഡോളറും എടുക്കുമ്പോൾ ആരാണ് ഗ്രേറ്റർ, പ്ലസ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ വീണ്ടും നമ്മൾ റെഡ്യൂസ് ചെയ്ത് ഏത് വെച്ചിട്ടാണ്, C പ്ലസ് സിക്ക് പകരം എന്ത് കൊടുത്തു, കൊടുത്തു. അപ്പോൾ അക്സെപ്റ്റ് ആയില്ലേ. സോ ഇതാണ് എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ ടേബിൾ. അപ്പം നേരത്തെ ചെയ്ത പോലെ ആദ്യം കിട്ടുന്ന ഗ്രാമറിനെ എന്താക്കി മാറ്റും, ഓപ്പറേറ്റർ ഗ്രാമർ ആക്കുക. ആ ബോക്സ് വരയ്ക്കുക. ആ ബോക്സ് ഉപയോഗിച്ച് 2 റൂളാണ്, ഇൻപുട്ടാണ് ഗ്രേറ്റർ എങ്കിൽ ഷിഫ്റ്റ്, സ്റ്റാക്കാണ് ഗ്രേറ്റർ എങ്കിൽ റെഡ്യൂസ്. ഈ ഒരു ഓപ്പറേഷൻ ചെയ്യുക. അക്സെപ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ്, ഇതൊരു ഓപ്പറേറ്റർ ഗ്രാമറാണ്. ആ ഓപ്പറേറ്റർ ഗ്രാമർ മീൻസ് അക്സെപ്റ്റ് ചെയ്യുന്ന ഇൻപുട്ടാണ് അതുകൊണ്ട് ഈ കൊടുത്തിരിക്കുന്ന ID പ്ലസ് ID. ഇനി നിങ്ങൾ തന്നെത്താൻ ചെയ്യുമ്പം ID പ്ലസ് ID സ്റ്റാർ ID-യും കൂടെ ചെയ്ത് നോക്കാം.